നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ പൃഥുചരിതം എന്ന 18ാമത്തെ ദശകത്തിലെ 7ാമത്തെ ശ്ലോകം. പ്രിയമുള്ള പ്രേക്ഷകർ, ശ്ലോകം ശ്രദ്ധിക്കുക. ആത്മാനം യജതി മഖൈ സ്ത്വയി ത്രിധാമൻ ആരബ്ധേ ശതതമവാജിമേധയാഗേ സ്പർദ്ധാലു ശതമഘ ഏത്യ നീജവേഷോ ഹൃത്വാശ്വം തവ തനയാത് പരാജിതോഭൂത്. അടുത്തതായി ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. ആത്മാനം യജതി മഖേഹി ത്വയി ത്രിധാമൻ ആരബ്ധേ ശതതമവാജിമേധയാഗേ സ്പർദ്ധാനുഃ ശതമഘ ഏത്യ നീജവേഷഃ ഹൃത്വാ അശ്വം തവ തനയാത് പരാജിതഃ അഭൂത്. അടുത്തതായി ശ്ലോകത്തിൻ്റെ അന്വയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ഹേ ത്രിധാമൻ, മഖൈഹി ത്വയി ആത്മാനം യജതി സതി ശതതമവാജിമേധയാഗേ ആരബ്ധേ സ്പർദ്ധാനുഃ ശതമഘഃ നീജവേഷഃ ഏത്യ അശ്വം ഹൃത്വാ തവ തനയാത് പരാജിതഃ അഭൂത്. അടുത്തതായി ശ്ലോകത്തിൻ്റെ സാരാംശം നാം ചർച്ച ചെയ്യുന്നു. ശ്രദ്ധിക്കുക. ഭോ മഹാവിഷ്ണു, പൃഥുവിൻ്റെ വേഷം ധരിച്ച ഭവാൻ അക്കാലത്ത് ധാരാളം മഹായാഗങ്ങൾ ചെയ്ത് സ്വയം പൂജിച്ചു വന്നു. 100ാമത്തെ അശ്വമേധ യാഗ ആരംഭത്തിൽ അസൂയ പൂണ്ട സ്പർദ്ധാലുവായ ഇന്ദ്രൻ ചണ്ടാള വേഷത്തിൽ ആ യാഗ ഭൂമിയിലേക്ക് യജ്ഞദേശത്തേക്ക് പ്രവേശിച്ച് അശ്വത്തെ അപഹരിക്കുന്നു. പക്ഷേ അങ്ങയുടെ പുത്രൻ ഇന്ദ്രൻ്റെ ആ നീചശ്രമത്തിൽ യുദ്ധം ചെയ്ത് ആ യാഗാശ്വത്തെ വീണ്ടെടുക്കുന്നു. ആ ചണ്ടാളനെ, കപട വേഷധാരിയായ ഇന്ദ്രനെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നു. നമസ്തേ.